എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പതാ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മൾ പ്രതീഷ് അനന്യയും അതുപോലെ തന്നെ സ്വരമോളയും ചെന്ന് കണ്ടു. അപ്പോൾ കൊച്ചിനാണെങ്കിലോ പ്രതീഷിനോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. സ്വരമോളാണെങ്കിലോ പ്രതീഷിനോട് സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ആ ഒരു സമയത്ത് പ്രതീഷിന് ഒരുപാട് സന്തോഷമായി. എത്രയൊക്കെ വന്നാലും തൻ്റെ മകളെ ഒന്ന് എടുക്കാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം അവൻ്റെ മുഖത്തിങ്ങനെ കാണുന്ന സമയത്ത് നമ്മുടെ അനന്യയാണെങ്കിൽ നിന്ന് കരയാണ്. അപ്പം പ്രതീക്ഷ ചെറിയച്ച, എനിക്ക് ചെറിയച്ചനോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ അമ്മയെ സങ്കടപ്പെടുത്തുന്ന രീതിയിലൊന്നും സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വരമോളാണെങ്കിലോ പ്രതീഷിനോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രതീക്ഷ പറഞ്ഞു, മോളെ ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, എനിക്ക് മോളെ ഒരുപാട് ഇഷ്ടമാണ്, മോള് എൻ്റെ ഒപ്പം വരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ അനന്യയും കുഞ്ഞും കൂടെ പ്രതീഷിൻ്റെ കൂടെ കാറിൽ കയറി യാത്ര തുടരുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ അപ്പുവും സുമിത്രയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ സുമിത്ര ഡയറിയൊക്കെ അപ്പുവിനെ കാണിച്ചു. അപ്പുവിനാണെങ്കിൽ രഞ്ജിത ഭയങ്കരിയാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. അപ്പം രഞ്ജിത ആൻറ്റിയുടെ ഒപ്പമാണ് പൂജ ഇപ്പോൾ നിൽക്കുന്നതെന്ന് സുമിത്ര പറയുമ്പോൾ അപ്പു പറഞ്ഞു, അപ്പച്ചി നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ആ പങ്കജും അവൻ്റെ അമ്മയും ഒക്കെ നല്ല നല്ല നടിയും നടനും ഒക്കെയാണ്. അവർ ആ രീതിയിലായിരിക്കും പൂജയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുക. എന്തായാലും അവൾക്ക് 25 വയസ്സാകുന്ന ആ ഒരു സമയത്ത് അവളുടെ പേരിലേക്ക് തന്നെ സ്വത്തുക്കളെല്ലാം വരും എന്നുള്ള വിവരം അത് രഞ്ജിതയ്ക്ക് കിട്ടിയിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കും രഞ്ജിത ഇപ്പൊ ഈ രീതിയിലൊക്കെ പൂജയെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലുന്നതെന്ന് നമ്മുടെ സുമിത്ര ഇങ്ങനെ അപ്പുവിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം അപ്പുവും പറഞ്ഞു, അത് തന്നെ ആയിരിക്കും, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്നൊരു കാര്യം ചെയ്യാം അപ്പച്ചി, ഈ ഡയറി പൂജയെ നേരെ അങ്ങ് കാണിച്ചാൽ പോരെ. അപ്പോൾ പൂജയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ മോനെ, അതിനൊക്കെ ഒരു സമയമുണ്ട്. അതിന് മുന്നേ എനിക്ക് ഇത് മറ്റൊരാളെ കാണിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ സുമിത്ര അവിടുന്ന് ഒരുങ്ങി ഇറങ്ങുകയാണ്. നേരെ ചെല്ലുന്നത് രഞ്ജിതയുടെ വീട്ടിലേക്ക്. അപ്പൊ രഞ്ജിതയാണെങ്കിലും അല്ല ഇതാരിത്, സുമിത്രയോ? അല്ല എന്താ സുമിത്ര ഇങ്ങോട്ട് വന്നേന്നും ചോദിച്ച് സുമിത്രയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിൽ നിന്നെ തേടി വരേണ്ട ഒരു കാര്യം ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ല നീ എന്തൊക്കെയോ ഒരു തീരുമാനം എടുത്തു എന്ന് ഞാൻ അറിഞ്ഞു, അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണമല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ രഞ്ജിതയുടെ അടുത്ത് സുമിത്ര ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പം രഞ്ജിതയാണെങ്കിൽ സുമിത്രേ, ഞാൻ പിള്ളേരുടെ കാര്യമാണ് ആലോചിച്ച് വെച്ചിരിക്കുന്നത്, മറ്റാരുടെ അല്ല, പൂജയുടെയും പങ്കജിൻ്റെയും അവരുടെ വിവാഹം നടത്താമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നാ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ രഞ്ജിതേ, നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എൻ്റെ പൂജയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഈ സുമിത്രയെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് സുമിത്ര ചോദിച്ചതും രഞ്ജിതയാണെങ്കിൽ ഇവളെന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചു. അപ്പം അങ്ങനെ സുമിത്ര രഞ്ജിതയോട് നേർക്ക് നേർ നിന്ന് സംസാരിക്കുകയാണ്. നീ പൂജയെ വശപ്പെടുത്തി വെച്ചതുപോലെ എന്നെ നിന്റെ പാട്ടിലാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. ദേ, നീ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ രോഹിത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതെന്നും അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞതും രഞ്ജിതയാണെങ്കിൽ ഇവളെന്താണാവോ മനസ്സിലാക്കിയതെന്നറിയാതെ ഒരു നിമിഷം ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ സുമിത്ര പറഞ്ഞു, അതെ, രോഹിത്തിന്റെ കൈപ്പടയിൽ എഴുതിയ ഡയറി അതെൻ്റെ കയ്യിലുണ്ട്, ദാ നോക്കതും പറഞ്ഞ് ഇവള് വലിയ കാര്യത്തിന് ആ ഒരു ഡയറി എടുത്ത് കാണിച്ചു. അപ്പം ഈ ഡയറി കണ്ടതും രോഹിത്തേട്ടൻ്റെ ഡയറി തന്നെയാണ്, താൻ ഗോഡൗണിൽ ഇട്ടേച്ച ഡയറി സുമിത്ര ഇവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയ കാര്യമൊക്കെ സരസ്വതി അമ്മ പറഞ്ഞ് നമ്മുടെ രഞ്ജിത അറിഞ്ഞതാണല്ലോ. അപ്പം രഞ്ജിത ഇങ്ങനെ ആലോചിക്കുക, ഇനി ഇതിനകത്ത് തനിക്ക് എതിരെയുള്ള എന്തേലും ഒരു തെളിവ് ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷനിൽ അവളിങ്ങനെ നിൽക്കുമ്പോഴാണെങ്കിൽ, ഹെടി, നീ എൻ്റെ ഭർത്താവിനെ ചതിച്ച് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളും ഒക്കെ കൈവശപ്പെടുത്തി. ഇപ്പം എനിക്ക് നല്ല സംശയമുണ്ട്, എൻ്റെ രോഹിത്തിൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ കയ്യിലാക്കാൻ വേണ്ടിയിട്ട് നീ തന്നെയാണോ അങ്ങനെ ഒരു അപകടം ഉണ്ടാക്കിയെന്ന്. അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ എൻ്റെ പൂജയോട് നീ ഇപ്പം കാണിക്കുന്ന ഈ സ്നേഹം അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവൾക്ക് 25 വയസ്സാകുന്ന സമയത്ത് രോഹിത്തിൻ്റെ സകല സ്വത്തുക്കളും അവളുടെ പേരിലേക്ക് വരുമെന്നുള്ളൊരു വിൽപത്രം രോഹിത് മുന്നേ തയ്യാറാക്കി വെച്ചിരുന്നു. എന്തിനാണെന്ന് നിനക്കറിയോ? നിന്നെ പോലെയുള്ള ഒരു പെങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് രോഹിത് അങ്ങനെ ചെയ്തു വെച്ചത്. അപ്പൊ രഞ്ജിതയ്ക്ക് മനസ്സിലായി സുമിത്ര സകല കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് തൻ്റെ നേർക്ക് നേർ നിന്ന് സംസാരിക്കുന്നതെന്ന്. അപ്പം അറിഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ ഇനി ഇവളോട് മര്യാദ രീതിക്ക് സംസാരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പം രഞ്ജിത പുള്ളിക്കാരുടെ ആ ഒരു ടോണൊക്കെ അങ്ങ് മാറ്റി, ഹെടി സുമിത്രേ, നിന്റെ ഭർത്താവിൻ്റെ ഈ സ്വത്തുക്കൾ
ഇപ്പൊ ഞാനല്ലേ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ നിന്റെ പൂജമോളുടെ പേരിലേക്ക് വരുന്ന സ്വത്തുക്കളും അത് ഞാനും എൻ്റെ മകനും ഒക്കെ തന്നെ അനുഭവിക്കും. ഇല്ലെങ്കിൽ നീ കണ്ടോ, പിന്നെ നീ പറഞ്ഞല്ലോ എൻ്റെ ഏട്ടനെ തട്ടിയെടുത്ത് നീ അങ്ങ് സുഖിച്ച് ജീവിക്കാന്ന് വിചാരിച്ചോ. അതൊക്കെ ഏട്ടന് പറ്റിയ അപകടം ഉൾപ്പെടെ അതൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് ഞാനാണ് എന്നുള്ള രീതിയിൽ രഞ്ജിത ഇങ്ങനെ സുമിത്രയോട് വെല്ലുവിളി നടത്തുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിൽ എൻ്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ തിരിച്ചടി ഞാൻ തന്നിരിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്നും വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോവാണ്. അപ്പം ഇവളിങ്ങനെ വെല്ലുവിളിച്ചതും രോഹിത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയ ഡയറിയാണ് സുമിത്രയുടെ കൈവശം ഉള്ളത്. അതുകൊണ്ട് അത് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാകുമല്ലോ. രഞ്ജിതയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് അതെന്ന് രഞ്ജിതയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ രഞ്ജിതയാണെങ്കിൽ 1-2 പേരെയൊക്കെ ഒന്ന് വിളിക്കുകയാണ്. ഗുണ്ടകളാണ്. അപ്പോൾ ഒരു ചെറിയ കൊട്ടേഷൻ നമ്മുടെ സുമിത്രയ്ക്കെതിരെ രഞ്ജിത പ്ലാൻ ചെയ്യുന്ന ഈ ഒരു സമയത്താണ് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രതീഷിനെയും സ്വരമോളെയും അനന്യയും ഒക്കെയാണ്. അങ്ങനെ കൊച്ചിന് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് പ്രതീഷാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അവളെയും കൊണ്ട് വീട്ടിലെത്തിയ പാടെ തന്നെ അനന്യയാണെങ്കിലോ ഇത്രയും സമയം അടക്കി പിടിച്ചു വെച്ചിരുന്ന ദേഷ്യമൊക്കെ കൊച്ചിനോട് തീർക്കുകയാണ്. കൊച്ചിനെ ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞ് അതിനെ വിളിച്ച് റൂമിൽ കൊണ്ടുപോയിട്ട് ശകാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രതീഷിന് ദേഷ്യം വരികയാണ്. പ്രതീഷ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ച് അവൻ റൂമിലേക്ക് കയറി പോവാണ്. അപ്പം ബഹളമൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ അനിരുദ്ധ അങ്ങോട്ട് വന്നു. അനിരുദ്ധ് വരുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ അനന്യ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ആ ഒരു നിപ്പ്. അപ്പം പെട്ടെന്ന് തന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ച് അനിരുദ്ധ് വിവരങ്ങളൊക്കെ അന്വേഷിച്ചറിയുന്ന സമയത്ത് അതെ നിങ്ങളുടെ അനിയൻ എൻ്റെ സ്വരമോളുടെയും പിന്നാലെ നടക്കുകയാണ്. ഇന്ന് തന്നെ കൊച്ചിനെയും കൂട്ടി ഞാൻ തിരികെ വരുന്ന സമയത്ത് അവൻ വണ്ടി കൊണ്ടുവന്ന് വട്ടം വെച്ചു. അതുമാത്രമല്ല അവൻ സ്വരമോളോട് പ്രത്യേക ഒരു താല്പര്യവും അടുപ്പമൊക്കെ കാണിക്കുന്നുണ്ട്. കുഞ്ഞു സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ആലോചിക്കാനേ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്നും പറഞ്ഞ് അനന്യയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അനിരുദ്ധിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പം അനിരുദ്ധാണെങ്കിലോ എടി നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. പ്രതീഷിന് ഇനി ഈ ഭൂമിയിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? അവന് സഞ്ജനയെ നഷ്ടപ്പെട്ടില്ലേ? ഇനി അവനുള്ളത് ആരാ ഉള്ളത്? സ്വരമോള് മാത്രമാണ്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണമെന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ അനന്യയെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനന്യക്ക് ഇതൊന്നും തലയിൽ കയറുന്ന ലക്ഷണമേ ഇല്ല. അങ്ങനെ ഇവർ സംസാരമൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ്. രഞ്ജിതയോട് വലിയ വെല്ലുവിളിയൊക്കെ നടത്തി സുമിത്ര തിരികെ പോരുകയാണല്ലോ. അപ്പം വഴിയിൽ ഇങ്ങനെ നടന്നു വരുന്ന ആ ഒരു സമയത്ത് 2 അവന്മാർ ബൈക്കിന് വന്നിട്ട് നേരെ നമ്മുടെ സുമിത്രയുടെ അടുത്ത് വഴി ചോദിക്കുന്ന രീതിയിൽ വന്നതും പെട്ടെന്ന് തന്നെ അവളുടെ കൈവശമുള്ള ആ ഒരു ഹാൻഡ് ബാഗ് അത് തട്ടിപ്പറിച്ച് ഇവന്മാർ പോകുന്ന സമയത്ത് അയ്യോ എൻ്റെ ബാഗ് പോയി എന്നുള്ള രീതിയിൽ സുമിത്ര കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. അതിനകത്താണല്ലോ നമ്മുടെ രോഹിത് അവൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയിരിക്കുന്ന ഡയറിയൊക്കെ ഉള്ളത്. അപ്പം രഞ്ജിതയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം മോഷ്ടിച്ച് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറത്തെ ഒരു ആഘാതവുമായി ഇത്. അങ്ങനെ സുമിത്ര ആ ബൈക്കുകാരന്മാർക്ക് പിന്നാലെ ഓടുന്നത് കാണിച്ചുകൊണ്ടാണ് കുടുംബവിളക്കിൻ്റെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്